പറഞ്ഞിടത്ത് കഞ്ഞിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂലി തൊഴിലാളിയാണ്, നമ്മൾ വലിയ ഇതൊന്നും ഇല്ലല്ലോ. ആര് വന്നാലും നമുക്കൊരു വോട്ട് ചെയ്യാനുണ്ട്, അത് ചെയ്യും അത്രയല്ലേ ഉള്ളൂ. ആര് വന്നാലും നമ്മൾ പണിയെടുത്താലാണ് നമ്മൾ കഞ്ഞി കുടിക്കാൻ പറ്റും അല്ലേ. കഷ്ടപ്പെട്ട് പണിയെടുത്താലാണ് നമ്മൾ കഞ്ഞി കുടിക്കാൻ പറ്റും, നമ്മൾ പിള്ളേരെ വളർക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? നമുക്കുള്ള ഒരു വോട്ടുണ്ട്, നമുക്ക് താല്പര്യമുള്ളവർക്ക് ഇട്ടുകൊടുക്കും അത്രല്ലേ. ആര് ജയിച്ചാലും നമ്മൾ കഞ്ഞി കുടിക്ക്, നമ്മൾ കഷ്ടപ്പാട് പെട്ടാലല്ലേ കഞ്ഞി കുടിക്കാൻ പറ്റും. അവർ നമുക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ പണിയെടുത്താലും നമ്മൾ കഞ്ഞി കുടിക്കാൻ പറ്റും. ഇന്ത്യ ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹം? ഇന്ത്യ ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചു വരണം എന്നാണ്. അത് നമ്മൾ പറയാൻ പറ്റില്ല. ഇവിടെ ആർക്കാണ് കൂടുതൽ സാധ്യത? എന്താണ് അങ്ങനെ? ജോയിസ് ജയിക്കാനാണ് ഒരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് വന്നിട്ട് ഡീൻ കുര്യാക്കോസ് ഇതുവരെ ഈ നാട്ടിലെ ഞങ്ങൾക്ക് ആറാൻ പോലും അറിയാത്ത സ്ഥിതിയാണ്. ഇപ്രാവശ്യം ജോയിസ് ജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കണ്ടിട്ട് പോലെ ആയിട്ടില്ല. അല്ല, ബിജെപിക്ക് സാധ്യത കുറവാണ്. ഒരു മതത്തിന്റെ അങ്ങനെ ഇത് പറയാൻ സാധ്യത കുറവാണ്. കോൺഗ്രസ് വരാൻ സാധ്യതയില്ല, ഇടത് വരാൻ സാധ്യതയില്ല. എന്താണ് കാര്യം? എല്ലാ ആൾക്കാരും എല്ലാം പഠിച്ചു. അരി 1 കിലോ അരി എങ്ങനെ പോകും? വിലക്കയറ്റമാണല്ലേ? ജോർജിന് ചാൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാര്യം? നല്ലത് ചെയ്തിട്ടുണ്ട്. കൊറോണയുടെ സമയത്തിലുള്ളത് നമുക്ക് പിണറായി സർക്കാരിനെ സഹായിച്ചത്. ആ ഒരു സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. ഒരു പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി തന്നെ നിലച്ചു നിൽക്കുന്നതാണ്. ബിജെപിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇതുവരെ താല്പര്യമില്ല. ഇവിടെ മൂന്നാറ് ബിജെപി സാധ്യത കുറവാണ്. UDF-നോ? പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ ആരാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ? എന്തുകൊണ്ടാണ് ജോയിസ് ജയിക്കുന്നത്? LDF ആണ്. കമ്മ്യൂണിസ്റ്റ്. ശരി, ഓക്കെ. ഇവിടെ ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ളത്? ജോയിസ് ജോർജ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഡീനിനൊരു ഒരു സാധ്യതയില്ല. അങ്ങനെയല്ല, LDF കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബിജെപിയോ? ഒന്നും പറയാനില്ല ഇവിടെ. ഒന്നും പറയാനില്ല. കോൺഗ്രസ് കുറിച്ച്